ഇന്നലെ ഞായറാഴ്ച ഞങ്ങളുടെ പള്ളിയിലെ മാതാവിൻ്റെ ഊട്ടുതിരുന്നാളായിരുന്നു കേട്ടോ. അതിന് പോകാൻ വേണ്ടി ഞങ്ങൾ റെഡി ആയിട്ട് നിൽക്കാണ് കേട്ടോ. അങ്ങനെ ഞാനും അതും വീട്ടിൽ നിന്ന് റെഡിയായി അമ്മാമ്മയുടെ അടുത്തേക്ക് പോയിട്ടാ മുത്തിയമ്മാമ്മയുടെയും പപ്പയുടെയും കൂടെ ഞങ്ങൾ പോകുന്നത്. അപ്പാപ്പൻ വരാത്തതിൻ്റെ ദേഷ്യത്തിൽ അതൊട്ട് അപ്പാപ്പനെ ഭീഷണിപ്പെടുത്താൻ വേണ്ടി പൗഡർ ഇട്ടിനൊക്കെ കൈപിടിച്ച് നിൽക്കുന്നുണ്ട്. അങ്ങനെ പപ്പയുടെ കൂടെ ഞങ്ങൾ പോവാണ് കേട്ടോ. അമ്മമാർ രണ്ടുപേരും പെരുന്നാൾ കുർബാനയായിട്ടുള്ള 4:30 കുർബാനയ്ക്ക് പോയത്. ഞാൻ രാവിലെ 6:30 കുർബാനയ്ക്ക് പോയിട്ടാ. കാരണം ആധുനിയും കൊണ്ട് കുർബാനയ്ക്ക് പോലെ എളുപ്പമല്ല. നമുക്ക് കുർബാന കാണണമെന്നുണ്ടെങ്കിൽ അവനെ കൊണ്ടുപോകാതിരിക്കുകയാണ് ഏറ്റവും നല്ലത്. അങ്ങനെ നമ്മൾ പള്ളിയിലെത്തിയിട്ട് ആ പള്ളി നല്ല ഭംഗിയായിട്ട് അലങ്കരിച്ചിട്ടുണ്ട്. പിണ്ടി 2 ഭാഗത്തും കുത്തിയിട്ടുണ്ട്. അതുപോലെ മാലബൾബും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. അങ്ങനെ അതൊക്കെ കണ്ട് ഞങ്ങളത് പള്ളിയുടെ മുന്നിൽ വണ്ടി ഒതുക്കി പള്ളിക്കകത്തേക്ക് പോകാനായിട്ടുള്ള പരിപാടിയാണ് കേട്ടോ. പിന്നെ നോക്കിയപ്പോൾ പ്രദക്ഷിണം കയറി ടൈം ആയിരുന്നതുകൊണ്ട് ചെറിയ രീതിയിലുള്ള വെടിക്കെട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനത്തെ ഞങ്ങളത് അമ്മമാരെ അന്വേഷിച്ച് നടക്കുകയാണ് കേട്ടോ. അങ്ങനത്തെ എൻ്റെ അമ്മേനെ കണ്ടുപിടിച്ചു, പക്ഷെ അമ്മച്ചീനെ കാണാനില്ല. അപ്പം ഞാൻ വിചാരിച്ചു അമ്മച്ചി എന്തായാലും ചിലപ്പോൾ ആദുവിനെ എടുക്കേണ്ടതുള്ളത് കൊണ്ട് അമ്മച്ചി ആദ്യം ഫുഡ് കഴിക്കാനായിട്ട് പോയിട്ടുണ്ടാകുമെന്ന് വിചാരിച്ച് ഞങ്ങളിതേ പള്ളിയൊക്കെ കണ്ട് മാതാവിനെ നിറച്ച് നോക്കിയിട്ട് ഞങ്ങളിതേ ഫുഡ് കഴിക്കുന്ന ഹോളിലേക്ക് പോയിട്ടാണ്. അങ്ങനെ ആദുവിനുള്ള ഫുഡൊക്കെ കൊടുത്തതിന് ശേഷമാണ് കേട്ടോ ഞാൻ വീഡിയോയുടെ കാര്യം ഓർത്തത്. അങ്ങനെ ആദുവിനുള്ള ഫുഡ് കൊടുത്ത് അമ്മിച്ചി അവിടെ ഹോളിലുണ്ടായിരുന്നു. അപ്പം അമ്മിച്ചീനെ എടുത്ത് ആദുവിനെ ഏൽപ്പിച്ച് ഞാനും ഫുഡ് കഴിച്ച് ഞങ്ങളിനി ബാൻഡ് സെറ്റ് കാണാനായിട്ട് പോവാണ് കേട്ടോ. കേട്ടില്ലേ, നല്ല അടിപൊളി ബാൻഡ് സെറ്റ് ആയിരുന്നു കേട്ടോ. അങ്ങനെ ആദുട്ടൻ ഒരു 5-6 പാട്ട് കേട്ടിട്ടുണ്ടാവും. ഞാൻ ഫുഡ് കഴിക്കുന്ന നേരം കൊണ്ട് അമ്മിച്ചി ആദുവിനെ എടുത്ത് പുറത്ത് നിന്ന് അത് കാണായിരുന്നു എന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഇതൊക്കെ കണ്ട് പള്ളിയോട് ടാറ്റ ബൈ ബൈ പറഞ്ഞ് വീട്ടിലേക്ക് വന്നു കേട്ടോ.